ഒരു അറബി കഥ കേൾക്കാം. അഗ്നിച്ചിറകുള്ള കുതിര. പണ്ട് ചൈനയിൽ നല്ലവനായ ഒരു ഭരണാധികാരി ഉണ്ടായിരുന്നു. രാജാവിനെ പോലെ തന്നെ ജനങ്ങളും കഠിനാധ്വാനികളായിരുന്നു. അതുകൊണ്ട് തന്നെ രാജ്യത്ത് സമ്പത്തും സമൃദ്ധിയും കളിയാടി. എങ്ങും സന്തോഷം മാത്രം നിറഞ്ഞു നിന്നു. വളരെ കാലത്തെ പ്രാർത്ഥനയുടെ ഫലമായി കുട്ടികളില്ലാതിരുന്ന മഹാരാജാവിനും റാണിക്കും ഒരു ഓമനപുത്രൻ പിറന്നു. അലൻ എന്ന് പേര് ചൊല്ലി വിളിച്ചു. ആ രാജകുമാരന്റെ ജനനം കൊട്ടാരത്തിൽ ഉത്സവപ്രീതി ഉളവാക്കി. പക്ഷേ മക്കളില്ലാത്ത രാജാവിൻ്റെ കാലശേഷം രാജാവായി വാഴാമെന്ന മോഹവുമായി കഴിഞ്ഞിരുന്ന രാജസഹോദരിയുടെ പുത്രൻ റോൾഫിനെ ഇത് അത്രയ്ക്ക് രസിച്ചില്ല. അയാൾ കുമാരനെ നശിപ്പിക്കാൻ തക്കം പാർത്തിരുന്നു. ഒരു ദിവസം രാജ്ഞിയില്ലാത്ത തക്കം നോക്കി അയാൾ കുഞ്ഞിനെയുമെടുത്ത് കടന്നു കളഞ്ഞു. കുമാരനെ അയാൾ ഒരു പർവ്വതത്തിന് മുകളിൽ ഉപേക്ഷിച്ച് തിരിച്ചു പോന്നു. കൊച്ചുകുട്ടിയല്ലേ, ആ കൊടും കാറ്റിൽ ഭക്ഷണവും വെള്ളവും ലഭിക്കാതെ മരിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും കാട്ടുമൃഗങ്ങൾ അവനെ കൊന്നു തിന്നും എന്നാണ് ഒറാൾഫ് കരുതിയത്. പക്ഷേ ആ പർവ്വതത്തിനുള്ളിലെ ഗുഹയിൽ ഒരു കുതിര ജീവിച്ചിരുന്നു. അഗ്നിച്ചിറകുള്ള, വായിലും വാലിലും തീ പറക്കുന്ന ഒരു വെള്ളക്കുതിര. അടുത്തു കാണുന്ന എന്തിനേയും ചാമ്പലാകുന്ന ആ കുതിരയ്ക്ക് കുമാരനെ കണ്ടപ്പോൾ അലിവ് തോന്നി. അത് ആ കുഞ്ഞിനെയും എടുത്ത് തൻ്റെ ഗുഹയിലേക്ക് പോയി. അവിടെ മറ്റ് കുട്ടികളോടൊപ്പം അലനും വളർന്നു. കുതിര അവനെ എല്ലാ അഭ്യാസങ്ങളും പഠിപ്പിച്ചു. ഇതേ സമയം വർഷങ്ങൾ കഴിഞ്ഞിട്ടും കുമാരനെ പ്രതി രാജാവും രാജ്ഞിയും വളരെയധികം ദുഃഖിക്കുന്നുണ്ടായിരുന്നു. ഒരു ദിവസം കൊട്ടാരത്തിൽ ഒരു വൃദ്ധ എത്തി. അവർ രാജ്ഞിയുടെ ദുഃഖത്തിൻ്റെ കാരണമന്വേഷിച്ചു. രാജ്ഞി കുമാരനെ കാണാതായ വിവരം പറഞ്ഞു. കുമാരൻ നഷ്ടപ്പെട്ടോ? അവർ ആശ്ചര്യത്തോടെ ചോദിച്ചു. എന്നിട്ട് അല്പസമയം കണ്ണടച്ചിരുന്നു. അവർ തുടർന്നു. റാണി, അങ്ങ് ദൂരെ പർവ്വതത്തിലെ ഗുഹയിൽ 2 പെൺകുട്ടികളോടൊപ്പം ഒരു ആൺകുട്ടിയുണ്ട്. അവർ തീർച്ചയായും നമ്മുടെ കുമാരനായിരിക്കും. അവനെ വളർത്തുന്നത് അഗ്നിച്ചിറകുള്ള ഒരു കുതിരയാണ്. രാജ്ഞിക്ക് സന്തോഷമായി. അവരോട് പർവ്വതത്തിലേക്കുള്ള വഴി ചോദിച്ചറിഞ്ഞു. കൈനിറയെ സമ്മാനങ്ങൾ കൊടുത്ത് അവരെ പറഞ്ഞയച്ച ശേഷം രാജാവും പരിവാരങ്ങളും പർവ്വതത്തിലുള്ള ഗുഹയിലെത്തി. കുട്ടിയെ കണ്ട മാത്രയിൽ തന്നെ അവൻ തൻ്റെ പുത്രനാണെന്ന് അദ്ദേഹം മനസ്സിലാക്കി. രാജാവ് കുതിരയോടും സുഹൃത്തുക്കളോടും അവൻ തൻ്റെ പുത്രനാണെന്നും അവനെ കൊണ്ടുപോകാനാണ് തങ്ങൾ വന്നതെന്നും പറഞ്ഞു. എല്ലാവരും വളരെ സന്തോഷത്തോടെ അവനെ യാത്രയാക്കി. പക്ഷേ കുമാരന് അവരെ പിരിയാൻ കഴിയുമായിരുന്നില്ല. അവസാനം കുതിര തൻ്റെ അഗ്നിച്ചിറകിൽ നിന്നും ഒരു തൂവലെടുത്ത് നൽകിയിട്ട് പറഞ്ഞു. നിനക്ക് എന്താവശ്യമുണ്ടായാലും ഈ തൂവൽ വെള്ളത്തിൽ മുക്കി എന്നെ വിളിച്ചാൽ മതി. ഞാനുടൻ നിന്റെ അടുത്തെത്താം. എന്താപത്ത് വന്നാലും ഞാൻ നിന്നോടൊപ്പം ഉണ്ടാകും. അങ്ങനെ കുമാരൻ രാജാവിനോടൊപ്പം കൊട്ടാരത്തിലേക്ക് പുറപ്പെട്ടു. പക്ഷേ കുമാരൻ മരിച്ചു എന്ന് വിശ്വസിച്ചിരുന്ന ഒറാൾഫ് കുമാരനെ കൊല്ലാൻ അടുത്ത വഴി തിരഞ്ഞെടുത്തു. അയാൾ അയൽ രാജ്യങ്ങളിൽ ചെന്ന് രാജ്യത്തെ എല്ലാ രഹസ്യങ്ങളും പങ്കുവച്ചു. എന്നിട്ട് രാജ്യം ആക്രമിക്കാൻ അവരുമായി പുറപ്പെട്ടു. അപ്രതീക്ഷിതമായി ഉണ്ടായ ആക്രമണം ചെറുക്കാൻ നമ്മുടെ രാജാവിനും പരിവാരങ്ങൾക്കും കഴിഞ്ഞില്ല. കൂടാതെ ശത്രുക്കൾക്ക് എല്ലാ ആയുധ രഹസ്യങ്ങളും അറിയാമായിരുന്നതിനാൽ അവർക്ക് പിടിച്ചു നിൽക്കാനായില്ല. പരാജയം ഭയന്ന കുമാരൻ പെട്ടെന്ന് കുതിരയെക്കുറിച്ച് ഓർത്തു. അവൻ വേഗം തൂവൽ വെള്ളത്തിൽ മുക്കി കുതിരയോട് സഹായം അഭ്യർത്ഥിച്ചു. ഉടൻ തന്നെ അഗ്നിച്ചിറകുള്ള കുതിര പ്രത്യക്ഷപ്പെട്ടു. അങ്ങനെ കുതിരയുടെ സഹായത്തോടെ ശത്രുക്കളെ തുരത്തി ഓടിച്ചു. യുദ്ധത്തിൽ ഒറാൾഫ് മരണമടഞ്ഞു. ശേഷിച്ച കാലം അവർ സുഖമായി ജീവിച്ചു.